എല്ലാവർക്കും നമസ്കാരം. ബോൺസായി മരങ്ങൾ വീട്ടിൽ സമ്പത്തും സൗഭാഗ്യവും കൊണ്ടുവരുമോ? അത് ഓരോരുത്തരുടെയും വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും എന്നായിരിക്കും ഇതിനുള്ള മറുപടി. ഈ വിഷയത്തിൽ പൊതുവെയുള്ള ചില വിശ്വാസങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോയിൽ കാണുന്ന ബോൺസായി മരങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ശേഖരത്തിൽ നിന്നുള്ളതാണ്. ഏകദേശം 35 വർഷത്തിലധികം പ്രായമുള്ള ആൽമരങ്ങൾ മുതൽ ഇതിലുണ്ട്. ബോൺസായി എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പ്രകൃതിയിൽ നമ്മൾ സാധാരണയായി കാണുന്ന മരങ്ങളെ അവയുടെ ചെറു രൂപങ്ങളാക്കി ആഴം കുറഞ്ഞ പാത്രങ്ങളിൽ വളർത്തിയെടുക്കുന്ന ഒരു കലാരൂപമാണ് ബോൺസായി. മരങ്ങളെ വളരെ ശ്രദ്ധയോടെ സംരക്ഷിച്ച് അവയുടെ സ്വാഭാവികതയെല്ലാം നിലനിർത്തി പല ഘട്ടങ്ങളിലൂടെ വളർത്തിയെടുക്കുന്ന രീതിയാണിത്. മറ്റേതൊരു ഹോബിയേക്കാളും നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഒന്നാണ് ബോൺസായി വളർത്തൽ. പ്രകൃതിയുമായുള്ള ബന്ധം എപ്പോഴും നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗാർഡനിങ്ങിന് സ്ഥലപരിമിതി ഒരു പ്രശ്നമാകുന്നില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള മറ്റൊരു പ്രയോജനം. മറ്റേതൊരു കലാരൂപത്തെയും പോലെ ഒരു ബോൺസായി മരം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്താൻ ധാരാളം സമയം വേണ്ടിവരും. വളരെ ക്ഷമയോടെ ഓരോ ഘട്ടത്തിലും ചെടിയുടെ വളർച്ചയെ നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷമാശീലം വളർത്തിയെടുക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു ഹോബി വേറെയില്ല എന്ന് തന്നെ പറയാം. ചൈനയിലും ജപ്പാനിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കലാരൂപം ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചാരത്തിലുണ്ട്. ഒരു കലാരൂപം എന്നതിലുപരി പ്രാദേശികമായി പല വിശ്വാസങ്ങളും ബോൺസായി മരങ്ങളെക്കുറിച്ചുണ്ട്. ഈ വിഷയമാണല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. സെൻ ബുദ്ധമതം ഉൾപ്പെടെ പല വിശ്വാസങ്ങളിലും ബോൺസായി മരങ്ങൾക്ക് ആത്മീയമായ പ്രാധാന്യമുണ്ട്. ബോൺസായി മരങ്ങൾ ഭാഗ്യം കൊണ്ടുവരും എന്നുള്ള വിശ്വാസം ജപ്പാനിലും ചൈനയിലുമൊക്കെ നിലവിലുണ്ട്. ഇതിനായി അവർ ഓരോ മരത്തിനും വീട്ടിൽ പ്രത്യേക സ്ഥാനവും നൽകിയിട്ടുണ്ട്. വാസ്തു, ഫെങ്ഷുയ് തുടങ്ങിയ ശാസ്ത്രങ്ങൾ ബോൺസായി വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധമുള്ള കലാരൂപമായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നതായി പറയപ്പെടുന്നു. ഓരോ മരവും നമ്മുടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഫെങ്ഷുയ് വിശദമാക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രമനുസരിച്ച് ഓരോ ബോൺസായി മരത്തിനും വീട്ടിലും ഓഫീസിലും മറ്റു സ്ഥലങ്ങളിലും പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. വീട്ടിൽ പോസിറ്റീവ് എനർജി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന പല മരങ്ങളും ബോൺസായി ആയി വളർത്തുന്നതിന് അനുയോജ്യമാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആൽ കുടുംബത്തിൽപ്പെട്ട മരങ്ങൾ, അതായത് ഫൈക്കസ് മരങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രകൃതിയിൽ ഏറ്റവും അധികം ഓക്സിജൻ നൽകുന്നത് ആൽമരങ്ങളാണെന്ന് പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണല്ലോ. പേരാൽ, അരയാൽ എന്നിവ കൂടാതെ ആൽ കുടുംബത്തിൽപ്പെട്ട മരങ്ങളായ ഫൈക്കസ് മൈക്രോകാർപ്പ, ഫൈക്കസ് ബെഞ്ചാമിന, ഫൈക്കസ് അലി, ഫൈക്കസ് റംഫി തുടങ്ങി പല മരങ്ങളും നമുക്ക് ഇതുപോലെ വളർത്താവുന്നതാണ്. മണി ട്രീ, ലക്കി ട്രീ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ജെയ്ഡ് ബോൺസായി സമ്പത്തും സൗഭാഗ്യവും കൊണ്ടുവരുമെന്നുള്ള ഒരു വിശ്വാസം പല സ്ഥലങ്ങളിലും പ്രചാരത്തിലുണ്ട്. വീടിൻ്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗമാണ് ഈ ബോൺസായി മരങ്ങൾക്കായി വാസ്തുശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ബോൺസായി മരം സമ്മാനമായി നൽകാവുന്നതാണ്. അല്പം ശ്രദ്ധയോടെ സംരക്ഷിച്ചാൽ പുതുമ നഷ്ടപ്പെടാതെ എന്നും നിലനിൽക്കും എന്നുള്ള പ്രത്യേകത ഈ സമ്മാനത്തിനുണ്ടാവും. എന്തായാലും ഒരു ബോൺസായി മരം വളർത്തി നിങ്ങൾക്കും ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.